Assalamualaikum, welcome to Z family. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മലബാർ സ്പെഷ്യൽ ഈത്തപ്പഴം പൊരിച്ചതാണ്. അതിനു വേണ്ടി ആദ്യം അല്പം മൈദ എടുക്കുക. ഞാൻ ഇവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഒരു മുട്ട ഉടച്ച് ചേർക്കുക. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഒരു നുള്ള് കളർ ആഡ് ചെയ്യാവുന്നതാണ്. ബിരിയാണി കളറാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മാവ് നന്നായി കുഴച്ചെടുക്കുക. നമ്മുടെ ഒരു പഴംപൊരിയുടെ ആ ഒരു മാവാണ്, സെയിം മാവ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇതാ നന്നായി കുഴച്ചു കൊടുക്കുക. വളരെ ഈസിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും. നമ്മൾ നന്നായി കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്ത് കുറച്ചുകൂടി ലൂസാക്കാവുന്നതാണ്. അധികം ലൂസാവേണ്ട ആവശ്യമില്ല. ഇതാ ഏകദേശം നമുക്ക് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് മാവ് കിട്ടേണ്ടത്. അതിലേക്ക് ഇവിടെ ഞാൻ കുറച്ച് ഈത്തപ്പഴം കുരു കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിനുശേഷം അത് ജസ്റ്റ് കൈകൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈത്തപ്പഴത്തിൻ്റെ കുരു കളയണം. കാരണം അല്ലെങ്കിൽ കുട്ടികളുടെ വായിലായാൽ അത് ഡേഞ്ചറാണ്. അതുകൊണ്ട് കുരു കളഞ്ഞ ഈത്തപ്പഴം പ്രത്യേകം ശ്രദ്ധിക്കുക. ജസ്റ്റ് കൈകൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് നമുക്ക് മാവിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഒരു പാനിൽ എണ്ണ ചൂടായോ അറിയാൻ നമുക്ക് ഈ മാവ് ജസ്റ്റ് ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുത്താൽ എണ്ണ ചൂടായോ എന്ന് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാകും. ഇതാ ഏകദേശം എണ്ണ ചൂടായി കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഈത്തപ്പഴം മാവിൽ മുക്കി ഓരോന്നായി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഒരുമിച്ച് തന്നെ ഒരുപാട് ഈത്തപ്പഴം പൊരിച്ചെടുക്കാം. ഈത്തപ്പഴം ജസ്റ്റ് ഒന്ന് നന്നായി കവർ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതാ ഇങ്ങനെ ഓരോന്നായി നമുക്ക് പൊരിച്ചെടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ഒരു സ്നാക്കാണിത്. കുട്ടികളോട് ഞാൻ പ്രത്യേകം വീണ്ടും പറയുകയാണ്, നന്നായി ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് തന്നെയാണിത്. ഇതാ ഏകദേശം കളർ മാറി വന്നത്. ഈ ഒരു ബ്രൗണിഷ് കളറാണ് നമുക്ക് കിട്ടേണ്ടത്. ഇതാ നമ്മുടെ ഈത്തപ്പഴം പൊരിച്ചത് റെഡിയായി. ഇനി നമുക്ക് ഒരു പ്ലേറ്റിൽ ടിഷ്യൂ എടുത്ത് അതിലേക്ക് മാറ്റി വെക്കാം. ടിഷ്യൂ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. ഈ എണ്ണ ഒഴിവാകാൻ വേണ്ടിയാണ് ഞാൻ ടിഷ്യൂ യൂസ് ചെയ്യുന്നത്. ഇതാ ഇങ്ങനെ എല്ലാം വറുത്ത് കോരി എടുക്കുക. ഇതാ നമ്മുടെ ഈത്തപ്പഴം പൊരിച്ചത് റെഡിയായി. വീണ്ടും വ്യത്യസ്തമായ വിഭവങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഇൻഷാ അല്ലാഹ് പുതിയൊരു വിഭവവുമായി വീണ്ടും വരാം. മസ്സലാമ.